ചെറിയ കഥകൾ എഴുതുന്നത്. അപ്പോൾ അവരുടെ കുടുംബത്തിൽ ഈ പ്രിയൻ ഇത്ര കുറച്ച് ലേറ്റായോ എന്ന് എൻ്റെ സംശയം, പ്രിയൻ ഒരു ബുക്ക് എഴുതാനായിട്ട്. അതായത് പ്രിയനായിട്ട് 85 പടം ഡയറക്റ്റ് ചെയ്തു. ആ 85 പടത്തിൽ എനിക്കൊന്ന് 60-70% സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ പ്രിയൻ തന്നെ എഴുതിയിരിക്കുന്നു. അപ്പോൾ പ്രിയൻ എഴുത്തുകാരനായിട്ട് 40 കൊല്ലം 30-35 കൊല്ലം മുമ്പാണ്. പക്ഷെ പ്രിയൻ 35 കൊല്ലം കഴിഞ്ഞാണ് പ്രിയൻ എഴുത്തുകാരൻ എന്നുള്ള ലേബൽ ഇന്ന് വന്നത്. പക്ഷേ ഇതിനു മുമ്പേ പ്രിയൻ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പ്രിയൻ്റെ അച്ഛൻ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ലൈബ്രറിയനാണ്. ഒരു ലൈബ്രറിയൻ്റെ മകനും, ലൈബ്രറി എന്ന് പറയുന്നത് നമുക്കറിയാം, ലൈബ്രറി എന്ന് പറഞ്ഞാൽ ബുക്കുകളുടെ ഒരു സ്വർണ്ണക്കടയാണ്. അവിടെയാണ് പ്രിയൻ കളിച്ചു വളർന്നത്. അപ്പോൾ പ്രിയൻ നാച്ചുറലി പ്രിയന് എഴുതുക എന്ന് പറഞ്ഞാൽ പ്രിയൻ്റെ ജന്മന ഉള്ളൊരു കഴിവാണ്. പിന്നെ പ്രിയൻ പറഞ്ഞ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ അടുത്ത് തകഴി ശിവശങ്കർ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്താണ് പ്രിയൻ ജനിച്ചതും. പ്രിയൻ എന്നുള്ള പ്രിയൻ്റെ പേരിട്ട് തന്നെ വലിയൊരു മഹാനാണ് തിക്കുറിശ്ശി സുകുമാരൻ നായർ. അപ്പോൾ എല്ലാവരിലും പ്രിയൻ ഇന്നൊരു സിനിമാ ഡയറക്ടർ ആയില്ലെങ്കിൽ പോലും പ്രിയൻ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ വലിയൊരു എഴുത്തുകാരായിട്ട് വരേണ്ടതാണ്. പക്ഷെ പ്രിയൻ വളരെ ലേറ്റായി ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കാൻ ലേറ്റായി എന്നുള്ളതാണ് സത്യം. എനിക്കത് പ്രിയൻ കുറച്ച് കഴിഞ്ഞ് പ്രിയൻ ഈ സിനിമാ ജീവിതം കഴിഞ്ഞാൽ പ്രിയൻ ഇനി ഒരു കഥ എഴുതാൻ ഇനിയുള്ള ഈ എഴുത്തിലോട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇത് ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടില്ല. ഇപ്പം എനിക്ക് വന്നിത് വായിച്ചു കഴിഞ്ഞാൽ പ്രിയൻ്റെ ഇനിയിപ്പോൾ നാളെ സുരേഷ് ഇതുപോലെ കഥ എഴുതിയാലും ലാൽ കഥ എഴുതിയാലും ഇവരൊക്കെ എന്നെപ്പറ്റി 2-3 വാക്ക് അതിനകത്ത് എഴുതും. പക്ഷെ ഞാൻ ഇവരുടെ കൂടെ വന്നാണ് സിനിമയിൽ. ഞാൻ 3-4 പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ മോശപ്പെട്ട സബ്ജക്റ്റും സ്ക്രിപ്റ്റും ഒക്കെയാണ്. അന്നൊക്കെ പ്രിയനാണ് വന്ന് ആ കഥ തിരുത്തി തന്ന് അത് സിനിമയാക്കി തന്നിരിക്കും. അപ്പം അങ്ങനെ ഞാൻ ചില പടം സംവിധാനം ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും നല്ല എന്തെങ്കിലും ചെയ്തിട്ട് അത് പ്രിയദർശൻ തന്നെയാണ്. എനിക്ക് DC ബുക്സിനോട് പറയാനുള്ളത്, ഇങ്ങനൊരു പ്രിയൻ്റെ ആദ്യത്തെ ബുക്ക് റിലീസ് സമയത്ത് എന്നെ വിളിച്ചത് അത് റിലീസ് ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുള്ളത് ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയുന്നത് വളരെ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ സിനിമയെപ്പറ്റി മാത്രമേ എപ്പോഴും സംസാരിക്കുള്ളൂ. പക്ഷേ ഇതിനിപ്പോൾ പ്രിയൻ നാളെ തൊട്ട് ഒരു എഴുത്തുകാരനൂടെ ആയിക്കഴിഞ്ഞു. എന്തായാലും പ്രിയനെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി ഒരുപാട് പുസ്തകങ്ങൾ പ്രിയൻ്റെ രചനയിൽ കൂടി വരട്ടെ. നിർത്തുന്നു. നമസ്കാരം.